എന്താ ചായ ഒരു മൂഡ് ഓഫ്? വാട്സ്ആപ്പ്? ഓ, ബിസിനസിന്റെ കാര്യം ഓർത്തിട്ടാടാ. നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. എങ്കിൽ എന്നോട് പറച്ചായ. ഓ, ടാക്സിന്റെ കുടിശ്ശികയും പിഴയും പലിശയും ഒക്കെ കൂടി കുറെ ആയെന്നേ. ഇതൊക്കെ എങ്ങനെ തീർക്കുമെന്ന് കർത്താവിനറിയാം. എന്റെ സാബു, നിങ്ങൾ വലിയ ചങ്ങായിമാരായിട്ട് ഈ ആംനെസ്റ്റി സ്കീമിനെ കുറിച്ചൊന്നും ഓനോടൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. ആംനെസ്റ്റിയാ? ആ, നമ്മൾ സർക്കാരിലേക്ക് അടയ്ക്കേണ്ട നികുതിയിൽ വീഴ്ച വരുത്തിയ പിഴയും പലിശ കൊടുക്കേണ്ടി വരില്ലേ? ആ കുടിശ്ശികയ്ക്ക് ഇളവ് നൽകുന്ന പദ്ധതിയാണ് ആംനെസ്റ്റി. അങ്ങനെയാണെങ്കിൽ അച്ഛൻ അതിൽ അപേക്ഷിച്ചാ പോരെ? എന്റെ ബാറിന് 2005 മുതലുള്ള ടേൺ ഓവർ ടാക്സ് കുടിശ്ശിക ഉണ്ടെന്നേ. അച്ചായ, 2025-26 സംസ്ഥാന ബജറ്റിൽ ജനറൽ ആംനസ്റ്റി, ഫ്ലഡ് സെസ് ആംനസ്റ്റി, ഡിസ്റ്റിലറി അരിയർ സെറ്റിൽമെന്റ് സ്കീം, ബാർ ഹോട്ടലുകൾക്കായുള്ള ആംനസ്റ്റി എന്നിങ്ങനെ 4 ആംനസ്റ്റി പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ജനറൽ ആംനസ്റ്റി എനിക്കറിയാം. ഈ GST വരുന്നതിന് മുമ്പുള്ള നികുതി നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കുടിശ്ശിക തീർപ്പാക്കാനുള്ളതല്ലേ ഈ ജനറൽ ആംനസ്റ്റി 2025. ഞാൻ ഓൾറെഡി അതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. കുടിശ്ശികയുടെ നിശ്ചയ സാമാനം അടച്ചപ്പോൾ പിഴയും പലിശയും പൂർണ്ണമായി ഒഴിവാക്കി കിട്ടി. നന്നായി. തീർപ്പാക്കാത്തവരുടെ കുടിശ്ശിക പിടിച്ചെടുക്കാനുള്ള ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന് ഇന്നലെ പത്രത്തിലുണ്ടായിരുന്നു. ഇതിനോടകം പലയിടത്തും കുടിശ്ശികക്കാരുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ കണ്ടുകെട്ടിയെന്നും വാർത്തയുണ്ടായിരുന്നു. അയ്യോ, നിങ്ങൾ ബേജാറാവാതിരിക്കുന്നത് ഇതുപോലെ തന്നെയാണ് ഈ ബാർ ഹോട്ടൽ ആംനസ്റ്റി. മുഴുവൻ ടേൺ ഓവർ ടാക്സ് കുടിശ്ശികയും സെസ്സും പലിശയുടെ 50% കൊടുക്കുകയാണെങ്കിൽ ബാക്കി പലിശയും പിഴയും ഒഴിവാക്കി കിട്ടുമെന്ന്. എടാ സാബു, ഇതൊക്കെ ഉള്ളതാടാ. അതേ അച്ചായ, നിങ്ങൾ പത്രമൊന്നും വായിക്കാറില്ലേ? ദേ, പത്രത്തിൽ ഇതിൻ്റെ പരസ്യമുണ്ടല്ലോ. ഓ, ഇപ്പോഴാ ശ്വാസം നേരെ വീണു. അല്ല, ബാക്കിയുള്ള സ്പെഷ്യൽ ആംനസ്റ്റികൾ എന്തൊക്കെയാ? മൂന്നാമത്തെയാണ് ഡിസ്റ്റിലറി അരിയർ സെറ്റിൽമെൻറ്റ് സ്കീം. സംസ്ഥാനത്തെ ഡിസ്റ്റിലറികൾക്ക് ടേൺ ഓവർ ടാക്സിൻ്റെ കുടിശ്ശിക പൂർണ്ണമായും അടച്ചു തീർത്താൽ പിഴയും പലിശയും ഇപ്പോൾ ഒഴിവാക്കി കിട്ടും. പിന്നെ ഫ്ലഡ് സെസ് ആംനസ്റ്റി. പ്രകൃതി ദുരന്തങ്ങൾ കാരണം GST ബാധകമായ സപ്ലൈകൾക്ക് ഫ്ലഡ് സെസ് ഏർപ്പെടുത്തിയിരുന്നില്ലേ? അതിൻ്റെ കുടിശ്ശിക ഇപ്പോൾ ഒടുക്കിയാൽ പിഴയും പലിശയും ഒഴിവാക്കി കിട്ടും. അച്ഛായ, ഈ എല്ലാ ആംനസ്റ്റിക്കും വരെ 2025 ജൂൺ 30 അവസാന തീയതി കേരള GST ഇൻസ്റ്റാ പേജിലെ അതിൻ്റെ ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട്. ആഹാ, എങ്കിൽ ഞാനേ സംസ്ഥാന GST വകുപ്പിൻ്റെ സൈറ്റ് ഒന്ന് കയറി നോക്കട്ടെ. താൻ പാതി, അംനസ്റ്റി പാതി.